ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം ഈ ചാനലിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കും. IT ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളുടെയും പരീക്ഷകളിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ആദ്യമേ പറയാം, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയേ അല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ഒരു അലേർട്ട്, നിങ്ങളൊന്ന് തയ്യാറാകാൻ സമയമായി എന്ന ഒരു അലർട്ട് നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 30-ാം തീയതിയാണ്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് 31-ാം തീയതി, 1-ാം തീയതി ഒക്കെ, ജനുവരി 1-ാം തീയതി ഒക്കെ ആയിരിക്കാം. നമുക്കറിയാം, ജനുവരി 1-ാം തീയതി സ്കൂള് നിങ്ങൾക്ക് തുറക്കും. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കൂടി കഴിഞ്ഞാൽ, ഏകദേശം ഒരു 15 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ IT മോഡൽ പരീക്ഷ ആരംഭിക്കും. അതായത് ജനുവരി 17-ഓടുകൂടി IT മോഡൽ തുടങ്ങും. വീണ്ടും ഒരു 10-12 ദിവസം കൂടി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഫെബ്രുവരി 1 ആകുമ്പോൾ നിങ്ങളുടെ IT മെയിൻ എക്സാം ആരംഭിക്കും. അതായത് നിങ്ങളുടെ SSLC പരീക്ഷ ആരംഭിച്ചു എന്നർത്ഥം. IT മെയിൻ എക്സാം ആരംഭിക്കും. വീണ്ടും ഒരു 15 ദിവസം കൂടി കഴിയുമ്പോൾ, 15-17 ദിവസം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ SSLC മോഡൽ പരീക്ഷ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് വെറും 15 ദിവസത്തിനകം നിങ്ങളുടെ SSLC ഫൈനൽ പരീക്ഷയും ആരംഭിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ SSLC പരീക്ഷയുടെ തൊട്ടരികിലേക്ക് എത്തി എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, ഇപ്പൊ ജനുവരി ആദ്യമാവുന്നില്ല, ഡിസംബർ ലാസ്റ്റല്ല, ജനുവരി തുടക്കമാണ്, 2 മാസം ഇനിയുമില്ലേ, മാർച്ച് 4-നല്ലേ പരീക്ഷ, പഠിക്കാനെന്ന്. പക്ഷെ കുട്ടികളെ, ഈ 2 മാസം അതേപോലെ നിങ്ങൾക്ക് കിട്ടുകയല്ല ചെയ്യുന്നത്. ഓരോ 15 ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോരോ ടാസ്കുകൾ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം IT മോഡൽ എക്സാം വരും. ആ സമയത്ത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷനിലേക്ക് പോകേണ്ടി വരും. അത് കഴിഞ്ഞ് IT മെയിൻ എക്സാം വരും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫോക്കസ് അങ്ങോട്ട് കുറേ പോകും. പിന്നെ തൊട്ട് പിന്നാലെ SSLC മോഡൽ പരീക്ഷ വരും. നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിലും മോഡൽ പരീക്ഷ അതിൻ്റെതായ ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മെയിൻ എക്സാമും ആരംഭിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ വലിയൊരു 2 മാസം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതുമല്ല. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പല 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 കാര്യങ്ങളും, പല പല രീതിയിൽ എക്സാമുകളും മോഡൽ എക്സാമുകളായിട്ട് നിങ്ങളുടെ ഓരോ ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി തീരെ സമയമില്ല എന്നല്ല, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പം മുതൽ, ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനി എൻ്റെ മുന്നിൽ 2 മാസം സമയമുണ്ടല്ലോ എന്ന ചിന്തയെ കളയുക. 2 മാസം എന്നൊക്കെ വെറും ഒരു നമ്പർ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. വെറും ഒരു നമ്പർ മാത്രമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒരേ പരീക്ഷകൾ എഴുതാനില്ലേ? അപ്പൊ ഈ നമ്പർ, ഈ 2 മാസം എന്നൊക്കെ പറയുന്നത് പറയാൻ മാത്രമേ ഉള്ളൂ. സംഭവം ഇതേ എക്സാം ഒക്കെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി ഒരു സമയം, ഇനി ഒന്നും മുന്നോട്ട് നീക്കി വെക്കാതെ, ഇനി നിങ്ങൾ മുന്നോട്ട് നീക്കി വെക്കാനേ പാടില്ല. ഇനി ഒന്നും മുന്നോട്ട് നീക്കി വെക്കാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ A+ അല്ലെങ്കിൽ ഉയർന്ന മാർക്കും ഒക്കെ കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങളൊരു മുന്നറിയിപ്പ് ആണ്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു അലർട്ടാണ്. സോ പഠിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. സമയം ഇനി അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം.